സെല്ലോ പണി തുടങ്ങിയോ ജി എന്താ ജി അപ്പിനെ സാധനം വരുന്നു നോക്ക്. ഇത് ഇങ്ങനെ 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 മറ്റേ വട്ടത്തിലാവും കുറേ കഴിഞ്ഞിട്ട്. എന്തിനാടെ ചിരിച്ചത്? പൊറാട്ട മാവിന് CPR കൊടുക്കണം നമ്മള്. പഫീം ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തില്ലേ? എന്താ വെച്ചാല് നമുക്ക് നീളമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചാടണം. അപ്പോൾ ഇതാ നമ്മളുടെ മാവ് ഏകദേശം നമ്മളുടെ മനസ്സിൽ വിചാരിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പൊറാട്ട ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് മാവ് കൂട്ടുമ്പോൾ ഒരു ദൃശ്യം നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കൊരു 50 മിനിറ്റ് ആണ് നോർമലി ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെക്കൽ. പക്ഷെ നമുക്ക് ഇവിടെ നോമ്പ് തുറക്കാനുള്ള ടൈം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് റെസ്റ്റിങ്ങിന് പ്രാവശ്യം വെക്കുന്നുള്ളൂ. അപ്പോൾ റെസ്റ്റിങ്ങിന് എല്ലാവരും മറ്റേ വേർപ്പ് തോത്തിയ മറ്റേ തോർത്താണ് ഇതിൻ്റെ മേലിടൽ. പക്ഷെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന കവർ ഉണ്ടായിരുന്നു. ആ കവർ ഇട്ടുകാണ്ട് നമ്മൾ കറക്റ്റ് ഇതിലിങ്ങനെ മൂടി വെക്കുന്നു. എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിന് എയർ പാസ് ചെയ്യണം. എയർ പാസ് ചെയ്യാൻ കുറച്ച് ഗ്യാപ്പുകൾ ഓട്ട നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പൊറാട്ടക്കുള്ള മാവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ചിക്കൻ കറി നേരെ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോഴത്തിന് ഓല അവിടെ സമൂസ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോളും. ഓ നോമ്പിന് ഫുഡ് ഉണ്ടാക്കാറ് കഴിഞ്ഞാൽ ചടങ്ങ് പരിപാടി കേട്ടോ. എന്താ ഇതെന്താ കാലോ നമ്മൾ വാങ്ങിയ കോയല്ലല്ലോ ഇത്. ഇതിവിടെ ഉണ്ടേനെ കോയല്ലേ? ഇതെന്താ കോഴി അടക്കം വാങ്ങിക്കൊടുന്നു കുറച്ച് ഫാമിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ എയർ പാസ് ചെയ്യാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ് 30 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ പരത്തിയിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടിച്ച് ലൂസ്, അതായത് മറ്റേ തിന്ന് പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചുരുട്ടി അടിച്ച് ഉരുട്ടി ചട്ടിയിൽ കയറ്റി വെക്കും. അതാണ് ഇന്നത്തെ പ്ലാന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കറി ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലേക്ക് പോവാം. അപ്പോൾ പൊറോട്ടൻ്റെ ഏകദേശം സംഭവങ്ങൾ സെറ്റായിട്ടോ. ഇതെന്താ മഞ്ഞപ്പൊടി കിട്ടാണ്ട് ചിക്കൻ വേവിക്കുക. അപ്പോൾ നമ്മൾ സമൂസക്കുള്ള ചിക്കൻ വേവിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടാണ്ട് ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ ഒരു വേവ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ എല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ട് വെറും ചിക്കന് ചതച്ചരച്ച് ഉരുളങ്ങയും കൂടി മിക്സാക്കി മറ്റേ ഗ്രീൻ പീസും മിക്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലവാഷിൽ മിക്സ് ചെയ്തിട്ട് എണ്ണയിലിട്ട് മുക്കി പൊരിക്കുക. അതാണ് ഇന്നത്തെ പരിപാടി അല്ലേ? ലവാഷ് സൽമാൻ. അതെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമ്മൾ ചിക്കൻ കറിക്കുള്ള ചിക്കനാണ് ഇവിടെ മിഥിലാജ് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. മിഥിലാജ്, മുൻപ് കോഴികളുമായിട്ട് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു? ഇല്ല. കോഴികളോട് എങ്ങനെയാണ് താങ്കൾക്ക് ഇത്ര മൃദുലമായിട്ട് കത്തി കൊണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അപ്പൊ മിഥിലാജിന് എന്താ വെച്ചാല്, ഞാൻ ഇവരോട് എല്ലാവരോടും ഇപ്പൊ റൂമത്തെ എല്ലാവരോടും ഞാൻ ഒറ്റ കാര്യമുള്ളൂ, കുക്കിംഗ് പഠിച്ചോളി. കുക്കിംഗ് അതായത് നമ്മൾ ഈക്വൽ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ കുക്കിംഗ് അറിയുന്ന കുക്കിംഗ് ഉണ്ടാക്കും, അല്ലാത്തൊരു പാത്രം കേൾക്കേണ്ടി വരും. അപ്പൊ പാത്രം കേൾക്കാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിംഗ് പഠിച്ചോളിയാണ്. അതിൽ ജവാദ് ഇപ്പൊ കുക്കിംഗ് വല്ല ചാടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുക്ക് ചെയ്യണമല്ലോ അവിടെ കുക്ക് ചെയ്യുക. അതിൻ്റെ ബാക്കി സാധനങ്ങൾ ഞാനൊക്കെ എന്താ കാട്ടുക വെച്ചാൽ ഇങ്ങനെ അരിയും, ബാക്കി ഇങ്ങനെ മാറ്റിവെക്കും, ബാക്കി അരിയും ബാക്കി വേണ്ടി ആ മാറ്റിക്കണമൊക്കെ ഇങ്ങനെ അപ്പോൾ സ്പോട്ടിൽ കേൾക്കി പോയാലേ കിച്ചൺ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പം വേണമെങ്കിൽ പഠിച്ചോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ. മിഥിലാജ് ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ നൂഡിൽസും പപ്പടവും ചായയും മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് മിഥിലാജ്. അപ്പോൾ മിഥിലാജ് തരിക്കഞ്ഞി ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയോ കേട്ടോ. ആ ഒരു ചിക്കൻ്റെ തൊലി ഊരുന്നത് കണ്ടാൽ തന്നെ നമ്മളുടെ തൊലി ഇരിഞ്ഞു പോകും. കാരണം അതൊക്കെ ഉണ്ട്. ഇത് ഒറ്റ പറ പഠിച്ചാൽ മതി.
വലിയ മാസമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടൂല ലാസ്റ്റ്. ഇത് നമ്മൾ വാങ്ങിയ കോയല്ലല്ലോടാ. അപ്പൊ നമ്മളെ കട്ടിംഗ് ബോർഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം കബോർഡുകളുടെ ഒരു ഡിസൈനാണ് നമ്മുടെ കട്ടിംഗ് ബോർഡിന്. സംഭവം എന്നല്ല, ഏതോ ഒരു കബോർഡ് പറഞ്ഞു പോന്നപ്പോൾ നമ്മളത് കട്ടിംഗ് ബോർഡാക്കി യൂസ് ചെയ്താട്ടോ. അത് നല്ല സീൻ കട്ടിംഗ് ബോർഡ്. ഇതിലേതോ ഒരു സാധനം പറഞ്ഞു പോന്നിനി, പിന്നെ ഒരു വന്ന് ഫിക്സ് ചെയ്തു. ബാക്കി വന്ന പലക കണ്ടങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു, കട്ടിംഗ് ബോർഡാക്കി മാറ്റി. അടുത്ത കട്ടിംഗ് ബോർഡ് മിക്കവാറും ഇതായിരിക്കും കേട്ടോ. ഞങ്ങളുടെ അടുത്ത കട്ടിംഗ് ബോർഡ് ഇത് മിക്കവാറും പോരും. പിന്നെ ഒരു ഒന്ന് മാറ്റും, ഞങ്ങളത് കട്ടിംഗ് ബോർഡാക്കും. ഇപ്പോൾ 2 കട്ടിംഗ് ബോർഡ് വേറെ ഉണ്ട് ഇവിടെ, വേറെ ഡിസൈനിലാന്നുള്ളൂ. ഇതുണ്ട്, ഇത് വേറെ എന്തോ പൊളിഞ്ഞു പോകുന്നതാണ്. അത് നമുക്ക് മറ്റേ ചെറുള്ളിയൊക്കെ അറിയാൻ പറ്റുള്ളൂ, അങ്ങനത്തെ രീതിയിലുള്ള കട്ടിംഗ് ബോർഡാണ്. ചിക്കനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്ര വലുപ്പത്തിലുള്ള കട്ടിംഗ് ബോർഡെങ്കിലും മിനിമം വേണം. മിഥിലാജ് ഒരു ആടിനെ ശരിയാക്കണ ടൈം എടുക്കേണ്ട ഒരു കോഴി ഈ കത്തി കൊണ്ട് ഒട്ടേ ഇതാണ് തമ്മ്. എനിക്കത് ചെയ്യണം. മിഥിലാജ് ഇത്ര നേരം പണിയെടുത്തത് ഞാൻ ഒറ്റയടിക്ക് ശരിയാക്കി തരാം. കിട്ടാന്നില്ല പറച്ചിനെ ഫണ്ട് കട്ട് ചെയ്ത് കോഴി കട്ട് ചെയ്യാനൊക്കെ ഒരു രീതി ഉണ്ട്. ഇത് ഞാൻ കറക്റ്റാ കണിപ്പിൽ അരിയണം ചേർന്നോ. അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ നമ്മളിവിടെ അരിഞ്ഞു കഴിഞ്ഞു. ചിക്കൻ കറിക്കുള്ള ചിക്കൻ ഇത് കേക്ക് വൃത്തിയാക്കേണ്ട ഒരു പണിയുള്ളൂ. മിഥിലാജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കട്ടിംഗ് ബോർഡ് ഇപ്പോൾ ഫ്രീ ആയി. അതായിരുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇനി നമുക്ക് പച്ചക്കറികൾ ഇതിലിരുന്ന് അരിയണം, എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അപ്പോൾ തന്നെ നമ്മളുടെ പൊറാട്ട, നമ്മളുടെ മുട്ടത്തലേനെ കാണിച്ചു കൊടുത്താൽ പൊറാട്ട. അപ്പോൾ പൊറാട്ട മാവ് അപ്പോത്തിന് ഒരു 20 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു ലെവലിൽ എത്തുക. ഇതെന്തിനാ ഇതിങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് സോഫ്റ്റ് ആവാനാണ്. എത്രത്തോളം നമ്മൾ ലോങ് വെക്കുന്നു അത്രത്തോളം ഇത് സോഫ്റ്റ് ആവും. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കണ്ടത് അന്ന്. ആ സെയിം മെത്തഡാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത്. അപ്പം ഞാൻ ഏകദേശം ഒരു 50 മിനിറ്റാണ് വെക്കൽ. ആ 50 മിനിറ്റ് കൊണ്ട് ഏകദേശം നല്ല അടിപൊളിയായിട്ട് പൂ പോലത്തെ പൊറോട്ട എന്നൊക്കെ കേട്ടില്ല, അങ്ങനെ ആവലുണ്ട്. ഇന്ന് മിക്കവാറും പൊടി പോലത്തെ പൊറോട്ട ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വെയിറ്റ് ആൻഡ് സീ, അത്ര എനിക്ക് പറയാൻ കഴിയുള്ളൂ. എല്ലാം പടച്ചോൻ്റെ കയ്യിലാണ്. ഇന്ന് നോമ്പൊക്കെ നോറ്റുകൊണ്ട് ചിലപ്പോൾ പടച്ചോ നല്ല അടിപൊളി പൊറോട്ട ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. നോമ്പ് കള്ളന്മാർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ പൊടി ആവാനും ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഇത് മുന്തിരി കേട്ടോ, വലിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി ഇവിടെ പൊട്ടിച്ചുണ്ട് അല്ലേ. അപ്പം നമുക്കിത് ഉള്ളിൽ കയറ്റാം. ഫർസീൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടതൊക്കെ അച്ചാറുകൾ, എത്രങ്ങാനും അച്ചാറാട്ടോ. ഇനി ജോർജിയയിലുള്ളവരിത് കണ്ട് എനിക്ക് മനസ്സിലാക്കാൻ നിൽക്കണ്ട, തരൂല, അത്രച്ച് പറയാനുള്ളൂ. ഇനി നമ്മൾ പോയാൻ പൂട്ടാ ആ നല്ലേ, ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അരിയാനുള്ളത് പച്ചക്കറികളാണ്. നമ്മളോട് ഉള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, തക്കാളി ഉണ്ട്. ചിക്കൻ കറി കാട്ടത്. അപ്പോൾ നമ്മളിതൊക്കെ കേക്ക് വെച്ചതായിരുന്നു. ഇനി നമുക്കിത് അരിഞ്ഞാൽ മതി. നമുക്ക് തക്കാളിൻ്റെ ഈ തണ്ട് കളയാം. തക്കാളി കാര്യമാണെങ്കിൽ അതിന് ശാസ്ത്രീയ വശമുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് നടു കളയാം, പിന്നെ ഇതെന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒരു 3 കണ്ടാക്കുക കേട്ടോ. അത് ഇങ്ങനെ ഒരു 3 കണ്ട ഇങ്ങോട്ടാക്കുക, എന്നിട്ട് ഇങ്ങോട്ടൊരു 3 കണ്ടാക്കുക. ഉണ്ടോ, ക്യൂബായിട്ടുണ്ട് കിട്ടും. ഇത്ര പോണേ ഉള്ളൂ തക്കാളി കരിയാൻ. ഞാൻ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് അരിയാനുള്ളതാണ് വെല്ലുള്ളി, പിന്നെ പച്ചമുളക്. ഇഞ്ചി എടുക്കാൻ മറന്നു നമ്മൾ കേട്ടോ.
ഇഞ്ചിൻ്റെ ചെറിയ കഷ്ണം അവിടെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ മുറിച്ച് യൂസ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി എടുത്തു. ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 2 വെല്ലുള്ളി ഒരുമിച്ച് കൂടിയിട്ട് വന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉണ്ടോ. ഇത് വേറെ ഉള്ളിയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഉള്ളി അരിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതല്ലോ കണ്ണിൽ വെള്ളം വരുന്നത്? പറയേ. ഗ്യാസ് മൂക്ക് കയറിയിട്ടാ? അത് ഞാൻ കേട്ടിരിക്കണം. കണ്ണൊക്കെ ശരിക്കും ഇത് തട്ടണോ, ഈ സംഭവത്തിൻ്റെ നീര് കണ്ണ് തട്ടണോണ്ടാണ് ഇത് കണ്ണെന്ന് വെള്ളം വരുന്നത് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല, ഈ ഉള്ളിൻ്റെ ഒരു ഗ്യാസ് ഉണ്ട്, അത് മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് നമുക്ക് കണ്ണെന്ന് വെള്ളം വരുന്നത്. അങ്ങനെയാണ് യൂട്യൂബിൽ ഞാൻ കേട്ടത്, ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സിൽ ഞാൻ കേട്ടത്, റീൽസിൽ ഞാൻ കേട്ടത്. ഇനി അത് ഞാൻ പറഞ്ഞത് തെറ്റ് വിചാരിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ തെറി പറയരുത്. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവ് അത് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ്. അത് ശരിയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ വെല്ലുള്ളി നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളക്, ഇവിടുത്തെ പച്ചമുളകിൻ്റെ സൈസ് ഉണ്ടല്ലോ നിങ്ങൾ വെട്ടിയിട്ട് മുറിയണില്ല. അതൊക്കെ ഇത്ര തമ്മിൽ വെട്ടിയതാ, പൂമാല മാതിരി അയക്കണ്. രണ്ടാം മണി എടുക്കേണ്ട അവസ്ഥയാണ് അത്. ഒരു വിസിലടിച്ചില്ലേ? ഇനി ഓഫാക്കിയാൽ മതി, തുറക്കല്ലേ കുറച്ച് നേരത്തിന്, അല്ലെങ്കിൽ 2 വിസിലടുപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ പൊറോട്ട മാവ് ഏകദേശം ഒരു 20-22 മിനിറ്റ് ആയി. നമ്മൾ നേരത്തെ ഈ ഒരു കവറിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കി കഴിഞ്ഞ് ഏകദേശം അത് റെഡിയായി എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊറോട്ടയിലേക്ക് കടക്കട്ടോ. മറ്റേ രണ്ടും കൂടി മൾട്ടി ടാസ്കിങ് നമുക്കിപ്പോൾ നടന്നു എന്ന് വരില്ല. അപ്പോൾ ചിക്കൻ കറിക്കുള്ള പച്ചക്കറികൾ ഫുള്ളി നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഫ്രീ ആയി കിട്ടണം. കാരണം സൽമാൻ ഇവിടെ ഭയങ്കര ബിസി ആർന്നിട്ടുള്ള നമ്മളുടെ സമൂസ മേക്കിങ്ങിലാണ്. സമൂസ മസാല അതാണ് ഇപ്പോൾ സൽമാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലെന്തൊക്കെ ഇട്ടിരിക്കണ ചേച്ചി? ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ വല്ലുള്ളി, മുളക്, പിന്നെ മസാലകള്, പൊട്ടറ്റോ. ആ സൽമാൻ എന്താ വെച്ചാൽ എരിവില്ലാതെ ഉണ്ടാക്കുക. അൾസർ ഉണ്ടായതുകൊണ്ട് എരിവ് നമുക്ക് ഇഷ്ടമല്ല അല്ലേ? ഇതല്ലോ ചെറുപ്പത്തിൽ അച്ചാറൊക്കെ അടിച്ചേറ്റിന ആളായിരുന്നു സൽമാന്. പക്ഷേ ഈ അൾസർ വന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എരിവ് വല്ലാതെ കൂട്ടാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണല്ലേ, നമുക്ക് ചിക്കൻ ഉണ്ട്, ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്, ഇതാ മാഷ്ഡ് പൊട്ടറ്റോ സ്മാഷ് ചെയ്തത്. ആ ചൂടുള്ളേക്ക് കൈയിട്ട് ഇത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എന്താണ് ചിക്കന് പുഴുങ്ങിയതാട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് എല്ലെന്ന് വേർതിരിച്ചിട്ട് ഈ ഇറച്ചി മാത്രം നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ച് പശ പരുവത്തിലാക്കണം. ആ ചിലവെല്ലാം മിക്സ് ആക്കും അറിയാതെ. ആ നോക്കൂലല്ലോ ഒന്നും, ലാഭിക്കാനും ചെയ്യും. ഗ്രീൻ പീസ് ഇട്ടു. ഇനി നമുക്ക് ഉരുളങ്കിഴങ്ങ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഇതൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞാൽ മസാല റെഡി. പിന്നെ നമുക്ക് ഇത് ഓലൻ്റെ ഉള്ളിൽ ചുരുട്ടുന്ന പരിപാടിയാണ്. ആ ഓലക്ക് പകരം നമ്മൾ യൂസ് ചെയ്യണത് ലവാശാണ്. ആ തലക്കങ്ങൾ കണ്ടു. അല്ല മസാല എവിടെ വരെ എത്തി? ആയോ? തിക്ക് മസാലയാണ്. ഇത് നമ്മൾ സമൂസൻ്റെ ഓലൻ്റെ ഉള്ളിലേക്ക്, അതായത് ലവാശിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ മതി. എന്നിട്ട് പൊരിക്കാം അല്ലേ? ഡൺ. അങ്ങനത്തെ നമ്മളുടെ സമൂസയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കറിക്കുള്ള പച്ചക്കറികൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ മാജിക് അല്ലേ സൽമാന? ലവാശ് എന്ന് പറഞ്ഞാൽ എന്ത്? ലവാശ് കൊണ്ട് സൽമാൻ തീർക്കുന്ന മായജാലങ്ങൾ എന്തെല്ലാം? കാണിച്ചെടുക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലവാശ്. നമ്മൾ രാവിലെ മുതലേ പഞ്ച് തന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച ലവാശ്.
ഇതാണ് നമ്മൾ സമൂസൻ്റെ ഓലയാക്കാൻ പോണത് കേട്ടോ. ഇത് നോർമലി ജോർജിയൻസ് യൂസ് ചെയ്യുന്ന ചപ്പാത്തി പോലത്തെ ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് ബെഡ്ഷീറ്റിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ചപ്പാത്തിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇത് നമ്മൾ പണ്ട്, അതായത് ജോർജിയയിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന ടൈമിലൊന്നും നമുക്ക് സമൂസൻ്റെ ഓലൊന്നും കിട്ടണില്ല ഇനി. അതുകൊണ്ട് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് എക്സ്പീരിയൻസ് നടത്തിയാണ്ട് തേടി പിടിച്ച് കണ്ടെത്തിയൊരു സാധനമാണ് ഈ ലവാശി. ഇതിൽ നമ്മൾ നേരെ എന്ത് ചുരുട്ടി കൂട്ടിക്കാണ്ട് ഈ മസാല ഇട്ടാണ്ട് എണ്ണയിലിട്ട് പൊരിച്ചല്ലേ ഇനി. പക്ഷേ ഇതാണ് സമൂസൻ്റെ ഓലിലാറ് എനിക്ക് ഇഷ്ടം കേട്ടോ, അല്ലേ? ഇതാണ് ഒന്നൊരു ടേസ്റ്റ്. അപ്പം നിങ്ങൾ ഇതിലൊന്ന് ഉണ്ടാക്കി നോക്കുക. സമൂസൻ്റെ ഓല മാതിരി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഈ മസാല ഇട്ട് കാണും ചുരുട്ടി കൂട്ടി ഉണ്ടാക്കി നോക്കുക. ഇപ്പം ഇവിടെ ഓലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പണ്ട് കിട്ടുന്നില്ല ഇനി. അപ്പം നമ്മൾ ഇത് ശീലമായി, ഇപ്പം നമുക്ക് ഇത് ഇഷ്ടമായി, ഓലയിലാറ് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും നാട്ടുത്തോൽക്ക് എന്തൊരു ലവാശി കിട്ടൂലെന്ന് നമുക്കറിയാം. ഇവിടെ നിൽക്കണോലെല്ലാവരും എന്ത് ചെയ്യുക, ഇത് വാങ്ങിക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഷേപ്പൊന്നും വേണ്ട, ഇതാണ് അവിടെ ഒരു ഓലൻ്റെ ഏകദേശം ഒരു ഷേപ്പായി. ഇനി ഇതിലേക്ക് നമ്മളിത് ഈ മസാല ഇട്ടാണ് ഇങ്ങനെ ഏകദേശം ഈ വി ഷേപ്പിൽ ചുരുട്ടി കൂട്ടി ഇതെങ്ങനെ ചുരുട്ടല്? ഇതെങ്ങനെ പിടിച്ചിട്ട് ക്യാമറ? ആണ്ട് ഓ സെറ്റ് എക്സ്പേർട്ട്. വലിയ സമൂസ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഇനി കറി ഉണ്ടാക്കുന്ന ഇതിലേക്ക് കിടക്കുകയാണ്. ഇതെന്തായാലും സൽമാൻ ഇത് മിക്സ് ചെയ്യണ ടൈമിൽ വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കറി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. നമ്മൾ ചട്ടി വെച്ചു. നമ്മളുടെ എക്സോസ്റ്റ് ആട്ടോ അത്. നമ്മൾ ഉണ്ടാക്കുന്ന പുക ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്കാണ് ഈ പൈപ്പ് ലൈൻ പോണത്. അതാകുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ പുക നിറഞ്ഞാണ്ട് മണവും കാര്യങ്ങളും നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇത് ഓഫായി, ഇത് തുറന്നത് ഓണായി. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഓണാക്കി. ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ചട്ടി ചൂടാട്ടെ. ഇത് അർശിൻ്റെ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വെച്ചാൽ വെളിച്ചെണ്ണ കേട്ടോ. ഇത് ഉണ്ടാക്കി ഇപ്പോൾ തന്നെ തീരാനായി. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ വെക്കണം, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത്. ഇതെന്തെങ്കിലും കട്ട പിടിച്ചാട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വെള്ളമായിട്ട് തന്നെ വന്നിനി. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ചോണ്ടാണ് ഇങ്ങനെ ഐസ് രൂപത്തിൽ വരുന്നത്. അത്രയും തണുപ്പുണ്ട് ഇവിടെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ. ഔ, ഇനിയിപ്പോൾ അടുത്ത ആൾക്കാർ വരും. നോൺ സ്റ്റിക്കിൽ നിങ്ങൾ സ്പൂണിട്ട് അരിഞ്ഞ് ചേർന്നുണ്ട് ഇതിടാ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഉള്ളി ഇടാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ ഏകദേശം വാടി തുടങ്ങിയിരിക്കണേ, കുറച്ചുകൂടി വാടാനുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കന്മാരുടെ സമൂസ മസാല എന്തായി എന്നുള്ളത് നമുക്ക് നോക്കി നോക്കട്ടോ. ഫർസീനാണ് ഇവിടെ ഫെവിക്കോളിട്ട് ഒട്ടിക്കണത്. സമൂസ മൈദയാണ്, മൈദയിൽ കുറച്ച് വെള്ളം നിറച്ചാണ് നമ്മൾ പശാക്കിയേക്കാണ്. എന്നിട്ട് അത് ഒട്ടിക്കുന്നു, അവിടെ വെക്കുന്നു. അത് കാണിച്ചെടുത്ത് സൽമാനെ, ലവാഷിൻ്റെ ഉള്ളിലേക്ക് മസാല നിറക്കൽ. എത്ര സ്പൂൺ ഇടല്? പീടത്തോലിടണ അരി പിസ്കിടുവോ? ഫില്ലിംഗ് ആണ്. അപ്പോൾ മസാല ഇട്ടു. ഇനി ഇതിങ്ങനെ 4 ചുരുട്ടൽ. ഇത് കഴിഞ്ഞിട്ട് ഫർസീന് കൊടുത്തു. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് പശ ഡിപ്പാർട്ട്മെൻറ്റ്. പശ ഒട്ടിച്ചാണ്ട് തേച്ചൊട്ടിക്കാൻ എക്സ്പേർട്ട് ഫർസീൻ ആയതുകൊണ്ട് തേച്ചൊട്ടിക്കാൻ കൊടുത്തു. ഇനി തേച്ചൊട്ടിച്ച് അവിടെ എടുത്തു വെക്കും. ഓക്കെ, സൽമാൻ എന്താ വെച്ചാൽ ഫില്ല് ചെയ്യാനാണ് അടിപൊളി. നമ്മളെ എന്താണ് ഉള്ളി ഏകദേശം വാടി തുടങ്ങിയിരിക്കണ്. വാടാത്തൊരു ഉള്ളി. ഐസ് ശരിക്കും ഇങ്ങനെ വെച്ചാൽ തീയത്തൂല്ലേ ഇതിൻ്റെ ഉള്ളിൽ? അങ്ങനത്തോ? അത് ഇതിലാണ് കത്തല്ലേ? ഇങ്ങനെ കത്തൂലേ? ഏയ് അങ്ങനെ കത്തൂല, അത് മറ്റേ സാധനമാണോ? തീ എത്തി കഴിഞ്ഞാൽ വേഗം പാടും. ഫ്രൈയും പാനാണെങ്കിൽ നടന്നീ. നമ്മൾ ഉള്ളി വാടിട്ടോ. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക ചെയ്യുന്നത് വെച്ചാൽ ഇനി നമ്മൾ തക്കാളി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ മനസ്സിലൊരു അളവുണ്ട്, അത് ഞാൻ നോക്കണം കേട്ടോ. അതായത് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു അളവുണ്ട്, അത്ര ഞാൻ ഉള്ളി ഇടുള്ളൂ. ഇനി എത്ര അരിഞ്ഞാലും ഞാൻ ഫുള്ള് ഇടലില്ല. തക്കാളി ആണെന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിടത്ത് ഞാൻ നിർത്തും. ചിലപ്പോൾ വെറുതെ കയറി സ്റ്റോപ്പ് പറയുന്നത്. ഇപ്പം എൻ്റെ മനസ്സ് പറഞ്ഞത് ഇത്ര ഇട്ടാൽ മതി എന്നാണ്. അപ്പോൾ അത്ര ഇട്ടു. നമ്മൾ ഇളക്കുന്നു. അങ്ങനെ ഗായ്സ് നമ്മളുടെ തക്കാളിയും ഏകദേശം സെറ്റായി. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ടാൽ മാത്രം മതി. നമ്മൾ ഫസ്റ്റ് ഇടുന്ന മസാലയാണ് ചിക്കൻ മസാല, സ്പൈസി ചിക്കൻ മസാല, ഗരം മസാല, നമ്മൾ കാശ്മീരി ചില്ലി. ഇനി നമുക്ക് ഇടാനുള്ളത് മല്ലി, പിന്നെ കുറച്ച് റിയൽ മുളക് പൊടി കേട്ടോ.
നമ്മൾ സ്പൂണൊന്നും എടുക്കില്ല, നമ്മൾ ഇങ്ങനെ ഇടും. ഇനി നമ്മൾ മല്ലിപ്പൊടി, അപ്പം നമ്മളുടെ മസാല ഇടൽ കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ മസാല ഇട്ട് തീർക്കും. ഇനി നമുക്ക് മിക്സിങ്. അങ്ങനെ മിക്സ് ചെയ്തു. ഇനി മിക്സ് ചെയ്യണ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻമെന്ന് ഇനി കുറച്ച് വെള്ളം ഇറങ്ങാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് മസാലയൊക്കെ ചിക്കൻമെന്ന് പിടിച്ചോളും. എന്നിട്ട് നമുക്ക് വെള്ളം പാർന്നുകൊണ്ട് അടച്ചു വെക്കാം കേട്ടോ. ഉപ്പൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട്. ഇത്രേ ഉള്ളൂ ചിക്കൻ കറിൻ്റെ പരിപാടി. സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പാണ്, പക്ഷേ ഇതിന് അടപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് എന്തെങ്കിലുമൊക്കെ അടപ്പ് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ സൽമാൻ്റെ സ്പെഷ്യൽ സമൂസ ഇട്ടത് നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓല കിട്ടാത്ത ടൈമിൽ വരെ നമ്മൾ ഇത് തിന്നിട്ടാണ് നമ്മളിവിടെ ജീവിച്ചിരുന്നത്. പക്ഷേ ഇതാണ് ഓരിലേറെ ടേസ്റ്റ്. ഇതാണ് റിയൽ സമൂസ. ഇനി എന്നിട്ട് പൊരിച്ചെടുത്താണ്ടല്ലോ റിയൽ സമൂസ. ഇവിടെ നാട്ടിൽ കിട്ടുന്ന ആ ഓല സമൂസയും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ഞങ്ങൾ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇത് വളരെ ലൈറ്റ് തിന്ന് ഓലയാണ്. അത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിണ്ടാവും. അപ്പോൾ തിന്നുമ്പോൾ ഉള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് വേറെ മനസ്സിലാവും. കാണിച്ചു തരാം അല്ലേ? എല്ലാം ഞങ്ങൾ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചിക്കണിന് വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പ് എങ്ങനെ ഉണ്ട് നോക്കണം, അല്ലെങ്കിൽ പോളി പോകുന്നതായിട്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പരിപാടി ഉണ്ട്. ഇതെന്താ ഒന്നും അറിയില്ല കേട്ടോ. ഇതിൽ സമൂസയൊക്കെ ഉണ്ടാക്കിയാൽ ഉരുളങ്ങനെ കുറച്ച് ബാക്കിയുണ്ട്. അത് ഈ കിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കറി അതിൻ്റെ ശേഷം നോക്കാം. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഒതൻറ്റിക് റെസിപ്പി ഒന്നുമില്ല. കിട്ടണ എല്ലാം ഇടും. നമ്മൾ കിട്ടണ എല്ലാം ഇട്ടുകൊണ്ട് ഉണ്ടാക്കും. ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും. പക്ഷേ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു മസാലപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സാധനം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കും. ഇനിയിപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കും, ചിക്കൻ മസാല ഇട്ടുകൊണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഫിനെ വിളിച്ചെടുത്താൽ. കാരണം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ അതിനേക്കാരെ കാത്തുനിന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് നാമക്കൊന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഞാൻ നാമക്കൂല. അങ്ങനെ നമ്മൾ ഫൈനലി കറി മൂടി വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഫർസിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും കൂടി കുറച്ച് ഇട്ടിട്ട് നമ്മളിത് മൂടി വെക്കും. അപ്പോൾ നല്ല കറിവേപ്പിൻ്റെ ഇല തപ്പിക്കൊണ്ട് വെക്കുകയാണ്. കറിവേപ്പിൻ്റെ ഇല എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലത്തെ ആ ഒരു ഒതൻറ്റിക് നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിൻ്റെ ഇല നമ്മൾ ഇടുന്നത്. അങ്ങനെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ടു. നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയാട്ടെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി നമ്മളിത് ഇളക്കിയിട്ട് ഇത് നമ്മൾ ഇനി അടച്ചു വെക്കും കേട്ടോ. ഒരു 15-20 മിനിറ്റ് ഇത് അടച്ചു വെക്കും. അപ്പോൾ ഇതിന് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആവും. ആ ടൈം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് പൊറാട്ട അടിക്കണം. ഓ, പൊറാട്ട ഒരു വേണ്ടാത്ത പ്ലാനായി പോയിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊറാട്ടയ്ക്ക് നല്ല ടൈം എടുക്കും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് അപ്പുറത്ത് റൈസ് വെച്ചിരുന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ചായി. അങ്ങനെ നമുക്ക് അടപ്പ് കിട്ടിട്ടോ. എങ്ങനെയോ ഇനി നമ്മളിത് മൂടി വെച്ചു. പൊറോട്ട കല്ലൊന്നുമില്ല. നമുക്ക് ആ മുട്ട പൊരിച്ച പാത്രത്തിൽ പൊറോട്ട ഇടേണ്ടി വരും. ഓരോന്നും ഓരോ ടൈമിൽ ഇങ്ങനെ ഇതിൽ പൊറോട്ട കുറത്തിലേക്ക് നമ്മൾ ചൂടാട്ടോ. അപ്പോൾ നമുക്ക് ഫൈനലി പൊറോട്ട മാവ് അൺബോക്സിങ്, പൊറോട്ട മാവ് അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ മാവ് കണ്ടില്ലേ നിങ്ങൾ? അതായത് സോഫ്റ്റായി കേട്ടോ. നമ്മൾ 25 മിനിറ്റ് വെക്കാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഏകദേശം 35, 38, 40 മിനിറ്റോളം നമ്മളിത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഇങ്ങനെ ഏകദേശം ഈ ഒരു ഷേപ്പിലാക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കും. അതിന് ആദ്യം നമുക്ക് ഈ ഇവിടെ കുറച്ച് എണ്ണ തേമ്പണം. കാരണം
എണ്ണ തേമ്പി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പൊറാട്ട കറക്റ്റായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് എണ്ണ തേമ്പി ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കണം കേട്ടോ. അതായത് എത്രത്തോളം ഒരു ബോളും വന്ന് നമുക്ക് ഞാൻ അത്ര പൊറോട്ട ഉണ്ടാക്കിന് 3 പൊറോട്ട ഒക്കെ ഉണ്ടാക്കിന് ഒരു ബോളും വന്ന്. അപ്പോൾ നമുക്ക് എത്ര ആളല്ലോ നമ്മൾ മീൻസ് 20 പൊറോട്ട അല്ലേ? 20 പൊറോട്ട ആളുമേ അങ്ങനെ പൊറോട്ട ഒന്നുമില്ല, കിട്ടണോലേക്ക് തിന്നാം. പൊറോട്ട ആയതുകൊണ്ട് നമുക്ക് കണക്കൊന്നും പറയാൻ പറ്റൂല. അതിപ്പോ തിന്നല്ല, ഈ ചെങ്ങന്മാരോരോ പണിയാണ് ഇപ്പത്. അല്ല ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓന് മറ്റേ നോയമ്പുണ്ടാകുന്ന ടൈമിന് നമ്മളും ഓൻ്റെ മുഖത്തൊക്കെ തിന്നലുണ്ട്. 1 2 3 4 5 ഒന്നിന്നില്ലേ 1 2 പൊറോട്ട ഉണ്ടാക്കാം. 2 4 6 8 10 12 24 എങ്ങനെ ആവുക? 1 2 ഓക്കെ. അഫിന് ഇവിടെ നിൽക്കുക, അഫിന് കൈ കഴിക്കുക, നമുക്ക് പണിതരാ. ഇനി നമ്മളിത് ബോളാക്കുക കേട്ടോ. 2 അഫിനെ ഇതൊക്കെ ബോളാക്ക്. ഇതൊക്കെ ബോൾസ് ആക്ക്, ഉരുട്ടി ഉരുട്ടി ഉരുട്ടി. ഇതെന്താ കസ്റ്റാർഡാ? പഴം വരുന്നോ? ഞാൻ ഇത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമല്ലോ. എന്നാ ഇതാക്ക്. എന്താ ചെയ്യണ്ടേ അറിയ ഇത്? ഇജിപ്പോ ഞാൻ പറഞ്ഞ പണി എടുക്ക്. ഇതിലല്ലേ ഞാൻ എണ്ണ പാരും. ഓക്കെ, ഇജ് ഇങ്ങനെ എണ്ണ തൊടുക, എന്നിട്ട് ഇങ്ങനെ ചുരുട്ടുക. അപ്പം ഫ്ലഫി ആവും, എന്നിട്ട് സ്മൂത്ത് ആവും. എല്ലാം എണ്ണ നല്ലോണം തടവിക്കൊണ്ടി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ തടവി തടവി ബോൾ പരുവത്തിലാക്കിയാണ്ട് ഇങ്ങനെ മാറ്റി വെക്കുക. ഓക്കെ, ബാക്കി നോക്കിക്കൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊറോട്ട നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാവ് നമ്മൾ കഷ്ണം 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 ആക്കിക്കാണ്ട് ബോൾ പരുവത്തിലാക്കും. അപ്പോൾ എത്ര ബോൾ ഉണ്ടാവും നമുക്ക്? 1 2 3 4 5 6 7 8 9 10. ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 പൊറോട്ട സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാഫിലെ ഏൽപ്പിച്ചത്. ഇത് ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പരത്തി 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 നല്ല വലുപ്പത്തിലാക്കും. അടിക്കാൻ ശ്രമിക്കും, പക്ഷെ അടിക്കാൻ എനിക്ക് അറിയില്ല. സൽമാൻ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യട്ടോ. ഓക്കെ, അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് വലുപ്പം കൂട്ടിയിട്ട് അത് നടുവിലോട്ട് കയറും. അപ്പം നൈസായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ നടുവിൽ കയറി കഴിഞ്ഞാൽ 2 ആവും. അത് ആ 2 നമ്മൾ എന്ത് ചെയ്യും? ചുരുട്ടി 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 പൊറോട്ട ആക്കിക്കാണ്ട് പിന്നെയും പരത്തുക. എന്നിട്ട് നമ്മൾ പൊരിക്കല്ല ചൂടുക. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കേണ്ട മെത്തേഡ്. പക്ഷേ ഇതിന് ടൈം നല്ലോണം വേണം, നമ്മൾ ഈ അർജൻറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അഫിനിപ്പോൾ ബോൾ ഉണ്ടാക്കുകയാണെങ്കിൽ മതി, അങ്ങനെ വേഗം തീരുമാനമായിക്കോ. സൽമാത പഴം പൊരിക്കും വേണ്ടിയിട്ടില്ല, പഴം കട്ട് ചെയ്യാണ്, നൈസിൽ കട്ട് ചെയ്യണം കേട്ടോ. നേന്ത്രപ്പഴല്ല, നമ്മളെ ഇവിടെ കിട്ടുന്ന റോബസ്റ്റ് പോലത്തെ പഴം അല്ലേ? നമുക്ക് ഏകദേശം ഈ കട്ടി വേണം. അപ്പം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ ഈ പൊറോട്ട മാവ് ഒരു 10 ബോൾസ് ആക്കിക്കാണ്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു ബോൾ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാതെ എന്താ ഞാൻ ചെയ്യാൻ പോണത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ വെക്കും കേട്ടോ. ഇങ്ങനെ 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 കാട്ടും. അപ്പോൾ ഒരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പരത്തണ സാധനമല്ല, അതുകൊണ്ട് നമ്മൾ വള്ളക്കുപ്പി തൽക്കാലം, അതായത് പരത്തണ ഷേപ്പിലുള്ളൊരു ടൈപ്പ് വള്ളക്കുപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പരത്താണ്. ഇതിങ്ങനെ ഞാൻ എണ്ണാക്കിയതിമേ. അപ്പം നമ്മൾ എത്രത്തോളം നീളത്തിലാക്കണോ അത്രത്തോളം പൊറോട്ട നൈസാവും. അതിനാണ് അടിച്ച് കാണ്ട് എല്ലാവരും സല്ലോ ഇതൊന്ന് അടിച്ച് കാണിച്ചെടുത്തോ. അടിച്ച് എന്നാലും നോക്ക് ട്രൈ. ആ അതന്നെ ഇല്ല, ഇത് ട്രൈ
ഇതെന്താ തിരുമ്പ ആ ഇത് കുറച്ച് എണ്ണ ആക്കണം. കൈ കെട്ടി പിടിക്കോ എടാ ഇതെന്തോ കൈയാണ് മോള് എന്നാ ചെയ് ഇങ്ങനെയൊക്കെ എടുക്കണെന്നെങ്കിൽ ഓക്കെ. അപ്പൊ പൊറോട്ട അടിക്കാൻ ആർക്കും അറിയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് പറസിന്റെ ബനിയന് വരികണ്. ഇല്ല അത് ഞാൻ സെറ്റ് ആക്കി തരാം. ഇതിൽ തന്നെ നമ്മള് പൊറോട്ട ഉണ്ടാക്കും. ഞാൻ അടിക്കൂല, എനിക്കടിക്കാൻ അറിയില്ല. എനിക്ക് പൊറോട്ട നമ്മളടിക്കാതല്ല പൊറോട്ട ഉണ്ടാക്കല്. ഞാൻ പറഞ്ഞ ഞാൻ അടിച്ചിട്ടില്ല. ഇതെത്താടാ അത് ബനിയനോ? നമ്മളൊരു കഷ്ണത്തെ ഇറച്ചോ പോയി കണ്ടത്. ഇത് നിലത്തിയടി. അപ്പൊ ഇത് ഇഞ്ഞ് റൗണ്ട് ആവൂല. ഇത് ഞാൻ ആവൂല. രണ്ട് പൊറാട്ട, ഒന്ന് അഫിന്റെ ഒന്ന് മിഥിലാജിന്റെ. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ പണ്ട് നമ്മളെ മറ്റേ റൂമിൽ അതിനന്ന് പൊറോട്ട അടിച്ചു നോക്കിയതാ. പാളതല്ല, ടിവിന്റെ മേലെ തോരടണ മാതിരി കയറി. എണ്ണ കുറവായിട്ടല്ല നമ്മൾ ഈ മൈദല്ലേ ഇത് ചൂടുവെള്ളത്തിലിട്ടാണ്ട് വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. നമ്മൾ നേരെ ഒറ്റയടിക്ക് ഒന്നും ഉണ്ടാക്കല്ലേ. പക്ഷെ കുഴപ്പമില്ല, അത് പൊറോട്ട ആക്കി തരാൻ കഴിക്കാം. അതാണ് എൻ്റെ ഗ്യാരണ്ടി. ഇത് ഞാനെന്താ കാട്ടിച്ചാൽ ഞാൻ ഇങ്ങനെ വരലോണ്ട് തന്നെ ഇങ്ങനെ മാക്സിമം മേലേക്ക് സ്പ്രെഡ് ചെയ്യും. അതായത് ഇതിൻ്റെ തിക്നെസ് എത്രത്തോളം കുറക്കാൻ പറ്റും അങ്ങനെ പൊട്ടാൻ പാടില്ല. അതന്നെ, അതാണ് ഇതിൻ്റെ നാക്ക്. അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ് ഇങ്ങനെ അടിക്ക് വലിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് അടിയത്തെ വാങ്ങാൻ വെച്ചാൽ അടി സെറ്റായിട്ട് നൈസ് സാധനമായിരിക്കും. ഉണ്ടോ? ഞാൻ മേലക്കും ഇതേമാതിരി കുറച്ച് ഇങ്ങനെ ഇതാക്കുക. എന്നിട്ട് മൂന്നെണ്ണം പറ്റായൊന്നുമില്ല, പക്ഷെ അത് ചെറുതായി പോകും. ഇനി നമ്മളിങ്ങനെ അങ്ങനെ വരക്കും. വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ ആക്കും കേട്ടോ. ഇതിങ്ങനെ ആക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയും കുറച്ച് എണ്ണ ഇടണം. എണ്ണയിൽ കുളിപ്പിക്കലാണ് മെയിനായിട്ട് പൊറോട്ട, അല്ലെങ്കിൽ വയർപ്പിൽ, രണ്ടിലേതിലൊന്നും വേണം. അതെ. അപ്പം നേരത്തെ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ഓഫായി പോയതാണ്. അപ്പോൾ പൊറോട്ട എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മളെ മനസ്സിൽ പൊറോട്ട മാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനക്കാരൻ മനസ്സിൽ വരിക. ഇതൊന്നും നമ്മളെ മനസ്സിലോടൂല. ഈ ബോൾ ഉണ്ടാക്കുന്നതും ഈ വലിയ സാധനം ഒന്നും നമ്മളെ മനസ്സിലോടൂല. നമ്മളെ മനസ്സിലാകെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതായി തീരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളെ ഫോൺ നേരത്തെ ഓഫായി പോയി. ഇനി നമ്മളിതിങ്ങനെ ഓരോ ബോൾസും ഇതേമാതിരി ഇങ്ങനെ പരത്തി ഇങ്ങനെ ഉണ്ടാക്കും. എന്നിട്ട് ഇത് പിന്നെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് വട്ടത്തിൽ പൊറോട്ടയാവും. ഇവിടെ ഇതെന്താ കൊണ്ട് കാട്ടിന്? ഇവിടെ പഴംപൊരി ഉണ്ടാക്കാട്ടോ. ഇത് വെള്ളാക്കണ്ടേമേ. ഇവിടെ പഴംപൊരി ഉണ്ടാക്കണം. അവിടെ സമൂസ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ജവാദ് എത്തിയിട്ടുണ്ട്. ജവാദ് നല്ല തണുപ്പാണ് പുറത്ത്. ഇവിടെ വന്നാണ്ട് തണുത്ത് വറച്ച് നിൽക്കുകയാണ്. അവിടെ സമൂസ ആയിട്ടുണ്ട്. ഞമ്മക്ക് ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പം ആവും. അപ്പം നമുക്ക് ബാക്കി പണികൾ ഞാൻ തീർക്കട്ടെ. അപ്പോൾ പൊറോട്ടൻ്റെ ഈ ഒരു റോള് നമ്മൾ
എല്ലാം ആക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പതിനെട്ട് ഒന്നൊരു പൊറാട്ട അടി ഉണ്ടായിരുന്നു ഇവിടെ, അതിൽ പോയതത്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ പൊറോട്ട റോൾ ഉണ്ടാക്കട്ടോ. ഇതിനെന്താ പേര് പറച്ചറിയില്ല, അതിന് പൊറോട്ട റോൾ എന്ന് പറയാം നമുക്ക്. പൊറോട്ട റോൾ ഉണ്ടാക്കൽ എങ്ങനെയാണ്, എന്നിട്ട് നമ്മൾ നേരെ ഇത് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹലോ ഒന്നുമില്ല, പൊറാട്ടയ്ക്ക് പകരം വേറെ എന്തെങ്കിലും നോക്കണോ? സെറ്റ് ആവലുണ്ട്. ഉണ്ടാക്കി വെക്കണം, കുഴപ്പമില്ല. ഇങ്ങനെയാണ് സാധനം ആവല്. ഇതാണോ പൊറാട്ടൻ്റെ ചെപ്പായില്ലേ, ഇങ്ങനെയാണ് ആവല്. ഇപ്പം മാറ്റിയേക്കാം എന്തായാലും. ഇത് ലാസ്റ്റ് ഇതിൽ അതിനായിരിക്കും കൊടുക്കാം. ഒന്നുകൂടി ട്രൈ ചെയ്തോക്കാം. എന്ത് നോക്കട്ടെ. സൂക്ഷിച്ച് നോക്കട്ടെ ഞാൻ. ഇതെന്താരോ ഈ മാവ് ഇതിൻ്റെ ഒപ്പം നീങ്ങുന്നുണ്ട്, അതാണ് കീറണത്. ഉണ്ടോ, ഇത് കീറണില്ല. യെസ്, സക്സസ്ഫുള്ളി. ഭാഗ്യമുണ്ട്, ഒരു പൊറോട്ടയിൽ കിട്ടിയാലും അങ്ങനെ. ഇനി ഇത് നേരെ നമ്മൾ എണ്ണയിലിട്ടുണ്ട് പൊരിച്ചു. ഇതാണ് സംഭവം. ചെറിയ പൊറോട്ട, കോയൻ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തെടുത്ത നമ്മളുടെ ചിക്കൻ കറിയാണിത്. പിന്നെ പൊറോട്ട നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ചെറിയ വളച്ചുകളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ പ്രൊഫഷണൽ പൊറോട്ട അടിക്കാരനല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു വളച്ചുകളൊക്കെ വന്നു പോയി. പക്ഷേ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പരത്തി ചുടേണ്ട ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കറിയും ഈ ഒരു സംഭവം ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ വാങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചെക്കന്മാരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നേരെ നോമ്പ് തുറന്നിക്കണേ ഞങ്ങൾ, എന്നാലും കാരക്കൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് വെള്ളം കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാം. അനക്ക് നോമ്പില്ലേ? ആ ടൈമായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമൂസ. ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ക്രിസ്പി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ ഓലയിലാറെ ക്രിസ്പി, അത് ഓലയിലാറെ സോഫ്റ്റുമാണ്. ഷേപ്പ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാണ് സൽമാൻ പറഞ്ഞത്. ഇത് ടേസ്റ്റ് അതുണ്ട്. പഴംപൊരി. അപ്പോൾ നമ്മളെന്തായാലും ഇത് തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ടൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. പൊറോട്ട ഇനി നമുക്ക് പരത്താണ്ട് എന്നിട്ട് ചൂടാണ്ട് എന്നിട്ട് നമ്മൾ പൊറോട്ട കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇത് കഴിക്കട്ടെ. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൊറോട്ട ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞു. ഇനി നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു കർമ്മത്തിലേക്ക് കിടക്കുകയാണ്. സൽമാൻ ഇവിടെ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊറോട്ട പാളരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. ഈ പൊറോട്ട കാണുമ്പോൾ തന്നെ പേടിയാകുകയാണ്. ഫസ്റ്റ് തന്നെ പാളി. പക്ഷെ നിങ്ങൾക്ക് പേടിക്കണ്ട, ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് നിനക്ക് ആ ഒരു ധൈര്യം ഉണ്ട്. ഇല്ലല്ല, അത് അങ്ങനെ തന്നെ. അതിൻ്റെ ഒരു അങ്ങോട്ട് പരത്തിയാൽ ഒട്ടിപ്പിടിച്ചും, ഇങ്ങോട്ട് പരത്തിയാൽ വരും. അപ്പോൾ പൊറോട്ട പരത്തണ ഈ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് ഇട്ടാലോ?
എണ്ണ ഇടൂല, എണ്ണ ഇടൂല, ഇത് നോൺ സ്റ്റിക്കാണ്. അപ്പൊ നമ്മള് പൊറോട്ട ഇട്ടോ അവിടെ വാ. പൊറോട്ട ഇട്ടു. ഇനി നമ്മള് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിടുക. അതാണ് പൊറോട്ടൻ്റെ ഒരു നാക്ക്. സാപ്പ് ചെയ്യാം, ആ ഒരു സാധനം വരുന്നുണ്ട്. ഇനി ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പൊറോട്ട ഒരു 5 6 അട്ടിക്ക് വെച്ചിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് മറ്റേ കീറലും പൊടിയും തുങ്ങലൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മൈദപ്പം മൈരൊക്കെ തോന്നും. കണ്ടേ ഇനി സെല്ല് മറിച്ചിട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ അടുത്ത പരത്താം. നാളെ ഒരു പരത്തി വാങ്ങണം കേട്ടോ. ഇനി ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് പരത്തി കഴിഞ്ഞാൽ പേടിയാണ് മനുഷ്യൻ. അത്ര നേരം ഉണ്ടാക്കിയ ടൈം പോവാണ് നമ്മളത്. ഹാൻഡിലെത്തി കയറും. ഇല്ല, കുറച്ച് ഇങ്ങനെ ഇതാക്കണം കേട്ടോ. സാധനം റെഡിയായി. കോയിൻ പൊറോട്ട ഒന്നല്ല, കോയിൻ ഇത്ര ഉണ്ടാവുള്ളൂ. ഉണ്ടോ, സാധനം റെഡിയായി. ഇനി ഇതൊന്നുകൂടി സെറ്റായി കഴിഞ്ഞാൽ ആ മറ്റേ കരിയൊക്കെ സൈഡിൽ വരണം കേട്ടോ. അപ്പോഴേ പൊറോട്ട ഉള്ളൂ. കുറച്ച് കരിക്ക് നമ്മളിവിടെ വെച്ചു. ഇപ്പം ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ പരത്തട്ടെ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്ന് ചുട്ടിട്ട് ഇത് അടിക്കുന്ന ആ ഒരു സാധനം എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, വീഡിയോ ഓണാക്കുക. ഇപ്പം എന്തായാലും ഓഫാക്കിയിട്ട് ഞാൻ പ്രൊഫഷണൽ പൊറോട്ട പരത്തലിലേക്ക് കിടക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പൊറോട്ട വേഗം ആവാനും വേണ്ടിയിട്ട് നമ്മൾ 2 ചട്ടിയിലേക്ക് മാറ്റിയിട്ടോ. 2 ചട്ടി അപ്പുറത്ത് ഇപ്പുറത്ത് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇപ്പം തന്നെ അടിക്കല്ലോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ അടിച്ചു നോക്ക്. ആ 3 എണ്ണം ഇവിടെ ഇട്ടടി. അടിക്കൽ എങ്ങനെയാണെന്നാണ് സൽമാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ അപ്പം അതൊക്കെ മതി, വല്ലാതെ അടിച്ചണ്ട, തെറിച്ചിട്ടോ. ഇത് മതി ഇതിക്കനട്. ഓക്കേ, അത് കറി കൂട്ടി കുഴച്ച് നിന്നുമ്പോ ഒന്നും അറിയില്ലടാ. നമ്മളുടെ പൊറോട്ട ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 പൊറോട്ടയും കൂടി 6 പൊറോട്ടയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ. ചൂടാകാൻ നോക്കാം. പിന്നെ അഫിനെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അഫിന് ചൂടാവൂല. ഞങ്ങളിപ്പോൾ നാളെ ട്രിപ്പ് പോയപ്പോൾ ഞാനൊക്കെ ഇവിടെ ജോർജിയക്ക് വന്ന ടൈമിൽ നമ്മൾ ട്രിപ്പ് പോയപ്പോൾ അഫിനോട് പറഞ്ഞ് ആ തീ ചൂടുണ്ടോന്ന് പറയാൻ എന്താ മാർഗം ചോദിച്ചു. ചെക്കൻ പോയിട്ട് നേരെ കനലേക്ക് കൈ കണ്ടിട്ട് അവിടെ ചൂടില്ലടാ, ചൂടുണ്ട് എന്നാ പറഞ്ഞല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു പിരാന്തനാണ് അഫിന്. അപ്പോൾ അഫിനെന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി പഠിച്ചവന് വളരെ ലളിതമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ വിഷ്വലി പ്രസൻസിൽ നമുക്ക് കാണാൻ പറ്റും. അതിബുദ്ധി. അപ്പൊ സൽമാന്റെ അടിപൊളി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പൊറോട്ട അടിക്കാന്ന് കേട്ടോ. എന്നാലും ഫ്ലഫി ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് ഏതിൻ്റെ വട്ടം അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ നല്ലോണം വെയിറ്റ് ചെയ്ത് പപ്പടാവോളം. ഇപ്പോഴത്തെ പിന്നെ നമ്മൾ കറക്റ്റ് വേവിനെടുത്തു. ചങ്ങായി അങ്ങനെ നമ്മൾ ഏകദേശം 18ഓളം പൊറോട്ടകൾ ഇവിടെ അടിച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ചിലതൊന്നും ലെവലായിട്ടില്ല, ചിലത് ലെവലായിട്ടുണ്ട്. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊന്നും തിന്നാൻ കിട്ടിക്കോളണം എന്നില്ല, അല്ലേ സൽമാനെ? അപ്പോൾ ഉള്ളത് കഴിക്കാം. അപ്പോൾ അതാണ് നമ്മളെ കറി കേട്ടോ. നമ്മളെ കറി നല്ല തിക്ക് ചിക്കൻ ഗ്രേവി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊറോട്ട ഉണ്ട്. അപ്പോൾ ആരാണ് കഴിച്ചു നോക്കുക? കഴിച്ചു നോക്കി. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സമൂസ ഇതൊക്കെ തിന്നിട്ട് നല്ല ഫുള്ളായി. അപ്പോൾ ഞാൻ കുറച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട്
ചെക്കന്മാർക്ക് കൊടുക്കാം. ചെക്കന്മാർ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. എടുക്ക്. റിയൽ അഭിപ്രായം പറയണം. പിന്നെ ആരാണെന്നുണ്ടെങ്കിൽ പൊറോട്ട ഹാർഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വിചാരിച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് അടിപൊളി എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താണ് തോന്നുന്നത് അത് പറയാം. ഫസ്റ്റ് ഷാബിൻ പറയട്ടെ. പൊറോട്ട ഹാർഡാണ്. പക്ഷേ കറിയും കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞോ. കുറച്ച് ഉപ്പ് അധികം കറിയിൽ. ഓക്കെ, ബാക്കി ഒക്കെ ഓക്കെ. ഫർസീനോട് പറഞ്ഞു ഉപ്പ് കൂടുതലാണ്. ഞാൻ ഉപ്പ് നല്ലോണം കൂട്ടി കഴിക്കണ. ഞാൻ പിന്നെ എന്നാലും എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും. പൊറോട്ടയ്ക്ക് കുറച്ച് കട്ടിണ്ട്. പൊറോട്ടയ്ക്ക് കട്ടിണ്ട്, അത് എനിക്കും അറിയാം. ഇനി മിഥിലാജ് പൊറോട്ട എന്താ കട്ടിണ്ട്. കറി കുഴപ്പമൊന്നുമില്ല, കറി ഉപ്പുണ്ട്. ഇപ്പം തീരെ ഉപ്പില്ലാതെ കഴിക്കണോണ്ട് കാര്യം മറ്റേ ഉരുളൻകിഴങ്ങ് ഇതാക്കിയോണ്ട് അത് രണ്ടിലും ഉപ്പ് കൂടിയതായിരിക്കും. ഇട്ടുകണോ? ഉരുളങ്കിഴങ്ങിൽ ഉപ്പിട്ടണോ? കാരണം എന്താ വെച്ചാൽ ഒരു സമൂസയിൽ ബാക്കി വന്ന ഉരുളങ്കിഴങ്ങ് എന്നോട് ഇതിലിടാൻ പറഞ്ഞു. അതിൽ ഉപ്പുണ്ട് ഇനി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഞാൻ ഉപ്പ് കൂടുതൽ കഴിക്കണതാണ്. സെറ്റാണ്. അപ്പം എന്തായാലും 3-4 മണിക്കൂറോളം കാത്തു നിന്ന് നമ്മളുടെ ഈ ഒരു കുക്കിംഗ് നോമ്പ് തുറ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കന്മാർ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഓർക്ക് വാരി വലിച്ച് തിന്നാലാണ്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇനിയും നമ്മുടെ വ്ളോഗുകൾ നല്ല നല്ല വ്ളോഗുകൾ വരാൻ കിടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മളെ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള അടുത്ത വ്ളോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരോടും ബൈ. അപ്പോൾ ചെക്കന്മാർ അഫിന് ഇങ്ങനെ എടുത്തുകൊണ്ട് തൊള്ളിക്കിടാൻ നിൽക്കുക. ഇനി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്നാൽ ബൈ പറഞ്ഞ അഫിന, എല്ലാവരും ബൈ പറഞ്ഞാണേ. ബൈ ഇങ്ങനെ ഓക്കെ. യാതൊരു ബൈ പറയാം. ഒരു ബൈ.